കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ശ്രീ രാധാഗോവിന്ദന്റെ കീഴിലുള്ള ഭാഗവതം പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാന്തി സപദാന്തികം വന്ദേഹം ശ്രീ ഗുരു ശ്രീയുധ പദകമലം ശ്രീ ഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗജാതം സാഗണരഘുനാഥം തം സജീവം സാദ്വൈതം സാവധൂതം വർജനസഹിതം ശ്രീ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സാഗണലളിതാ ശ്രീ വിശാഖാനിധം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ബോധലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ബോധലേ ശ്രീമതേ ജയപതാക സ്വാമി ഇതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമചാരിണേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീർ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. എന്നുള്ള ഹരേ 17ാമത്തെ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എത്രാമത്തെ ശ്ലോകമാണ്? 16. 17 അല്ലേ നമ്മൾ തുടങ്ങേണ്ടത്? 16 അല്ലല്ലോ, 16 കഴിഞ്ഞില്ലേ ഇന്നലെ? 15 അല്ലേ കഴിഞ്ഞ്? നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമുക്ക് അവസാനം ഈ 25 ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. 17 എന്റെ ഓർമ്മ. അതിലല്ലേ നമ്മള് ഭക്തി സേവനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. 17 തന്നെ. 17 അല്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. ഒരു സെക്കൻഡ് കേട്ടോ. 17. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കൊള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഭ്യാസേൻ മനസാ ശുദ്ധം ബ്രഹ്മാക്ഷരം പരം മനോ യച്ഛേച്ഛിതശ്വാസോ ബ്രഹ്മബീജമവിസ്മരൻ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താ പറയണത്? ഇതിനു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മള് പലതരത്തിലുള്ള ഭഗവാനിൽ തന്നെയുള്ള മാർഗങ്ങളാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, കുശാഗ്ര ഒരു ഏകാന്തമായ സ്ഥലത്ത് പോയിട്ട് ഒരു കുശാഗ്ര പുല്ലിലൊക്കെ ഇരുന്നുകൊണ്ട് അപരാധ നിർമുക്തമായിട്ട് ഭഗവാന്റെ ദിവ്യനാമം ജപിക്കുന്നതാണ് വ്യവസ്ഥാപിതമായ രീതി എന്ന് പറഞ്ഞു അല്ലെ. അപ്പം അതായത് ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരു മോചനം വേണം. അപ്പൊ അതിനെന്ത് വേണം? 50 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരിൽ നിന്നും വിട്ടുമാറി ഇങ്ങനത്തെ ഒരു നാമജപം, ആ രീതി നമ്മൾ അവലംബിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്.
അപ്പൊ അതിനെന്താ വേണ്ടത്? അപ്പൊ ഭൗതികമായ വ്യാപാരങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാന്റെ പാദകമലങ്ങളിലായിരിക്കണം നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ മുഴുവൻ. എപ്പോ ആ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വാനപ്രസ്ഥം എന്നുള്ള ലെവലിൽ എത്തുമ്പോൾ, അതിനുള്ള വയസ്സ് എത്രയാണ് പറഞ്ഞത്? 50 വയസ്സാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ 50 വയസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ഒതുക്കി നിർത്തിയിട്ട്, ഇപ്പൊ നമ്മൾക്ക് മക്കളുടെ മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. യൂഷ്വലി ആ ഒരു പ്രായമാകുമ്പോഴേക്കും 50 വയസ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 55-60 വയസ്സാകുമ്പോഴേക്കെങ്കിലും നമ്മൾ ഈ ലെവലിലേക്ക് മാറണം എന്നാണ്. അപ്പൊ ഇനി മക്കൾക്ക് മക്കളായി കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിയും കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, അത് അവരെ ഏൽപ്പിക്കുക. കാരണം നമ്മുടെ മക്കളെ നമ്മൾ നോക്കിയതുപോലെ അവരുടെ മക്കളെ അവർ നോക്കട്ടെ എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഭൗതിക കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് ഭഗവാനിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കണം. എങ്ങനെ? നാമം ജപത്തിൽ കൂടി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ലളിതമായ പ്രക്രിയ എന്നുള്ളതാണ് ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അല്ലെ? ഇനി ഇതില് ഹരേ കൃഷ്ണ. അഭ്യസേ ഒരുവൻ പരിശീലിക്കണം. മനസ്സാൽ ശുദ്ധം പരിശുദ്ധം ത്രിവൃത് 3 എണ്ണത്താൽ കൂട്ടിച്ചേർത്തത്. ബ്രഹ്മാക്ഷരം ദിവ്യമായ അക്ഷരങ്ങൾ. പരമമായ മനസ്സ് നിയന്ത്രണത്തിലാക്കുക. ജിതശ്വാസത്താൽ ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട്. ബ്രഹ്മ നിരപേക്ഷമായ ബീജം വിസ്മരിക്കാതെ. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. മുകളിൽ പ്രസ്താവിച്ച വിധം ആസനസ്ഥനായ ശേഷം ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ചുകൊണ്ട് ഓം എന്ന അതീന്ദ്രിയ പദത്തെ മനസ്സിൽ ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് ആ അതീന്ദ്രിയ ദിവ്യ ബീജത്തെ വിസ്മരിക്കാത്ത വിധം മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പം നമ്മളിപ്പോ ഇതിൽ ഇരുന്ന ലെവൽ തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ മനസ്സിനെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ ഏകാന്തമായ ഒരു സ്ഥലത്ത് വന്ന് ഭഗവാനെ ധ്യാനിക്കണം എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതേമാതിരി കണ്ടിട്ടുള്ളത് ആരൊക്കെയാണ്? പരീക്ഷ മഹാരാജാവ് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം അല്ലെ, ഇപ്പൊ ധൃതരാഷ്ട്രനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വിദുരരുടെ ആ ഒരു ഉപദേശത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഹിമാലയ അവിടെ വന്ന് എന്താ ചെയ്തത്? എല്ലാ ഇതും വിട്ട് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ധ്യാനത്തിന് ഇരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ വാനപ്രസ്ഥത്തിലേക്ക് പോയ ഒരുപാട് രാജാക്കന്മാരെ നമ്മൾക്ക് അറിയാം അല്ലെ? അപ്പം അങ്ങനെ ഓരോരുത്തരും എന്താണ് ഈ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് അവർ ചിരിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് ഇവിടെ. ഓം എന്ന അതീന്ദ്രിയ പദത്തിനെയാണ് ആവർത്തിച്ച് ഉച്ചരിക്കാനായിട്ട് പറയണത്. അപ്പൊ ഓം എന്നുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രണവം എന്നാണ് പറയാ അല്ലെ? ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓംകാരം അഥവാ പ്രണവം അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ ബീജമാവുന്നു. അതായത് ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതീന്ദ്രിയ ശബ്ദം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓം എന്നാണ് പറയുക. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? അക്ഷരങ്ങൾ. ഏത് 3 അക്ഷരങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്? അത് ആ പ്ലസ് ഉ പ്ലസ് ഇം, അതായത് AUM എന്നുള്ളതാണ്. എ എന്ന് പറയുമ്പോ അപ്പൊ ഇതില് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് എന്താ അതിന്റെ ഒരു പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓം എന്ന് നമ്മൾ പറയുമ്പോ എങ്ങനെയാണ് നമ്മൾ ആ എന്ന് പറയുമ്പോ അത് എവിടെ നിന്നാണ് നമ്മുടെ വരുന്നത്? തൊണ്ടയുടെ ഭാഗത്തല്ലേ? ആ എന്ന് പറയുമ്പോ തൊണ്ടയുടെ ഭാഗത്താണ് വരിക. ഇനി അടുത്തത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഏതാണ്? ഉ എന്ന് പറയുമ്പോഴോ? ഊ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് വളയ്ക്കണം അല്ലെ? നാവ് വളയ്ക്കാൻ നമുക്ക് ഊന്ന് പറയാൻ പറ്റില്ല. നാവ് താഴെ വെച്ചിട്ട് ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഊന്ന് പറയാൻ പറ്റില്ല. നാവ് വളയ്ക്കണം. ഇനി എന്ന് പറയുമ്പോഴോ നമ്മുടെ 2 ചുണ്ടുകളും കൂട്ടണം അല്ലെ? അപ്പൊ അതായത് നമ്മളുടെ ഈ 3 ഭാഗങ്ങളും നമ്മൾ എല്ലാ ശബ്ദങ്ങളും നമ്മൾ വരുത്തുന്നത് എന്താണ്? തൊണ്ടയിൽ കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നാവിന്റെ ആ റോളിങ്ങിന്റെ വ്യത്യസ്തത കൊണ്ട്, അല്ലെങ്കിൽ ലിപ്സിന്റെ അടയ്ക്കുന്നത് തുറക്കുന്നത് വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ ഇത് എല്ലാ ഭാഗങ്ങളും ഈ ഓമില് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തൊണ്ടയാണെങ്കിലും അതെ, നമ്മളുടെ ഏതാണ് നാവാണെങ്കിലും ശരി, ലിപ്സ് ആണെങ്കിലും ശരി. അപ്പൊ നമ്മൾ ഉച്ചരിക്കാവുന്ന എല്ലാ ശബ്ദങ്ങളുടെയും ഒരു സംഗ്രഹമാണ് ഓം എന്നുള്ള മാതിരിയാണ് പറയുക. അതുകൊണ്ട് തന്നെ ഓം എന്ന 3 ദിവ്യാക്ഷരങ്ങളാൽ ഘടിതമാണ്. മഹായോഗികളുടെ അനുഭവജ്ഞാനത്താൽ നിരൂപിക്കപ്പെട്ടതും അതീന്ദ്രിയവും സമാധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള യാന്ത്രിക മാർഗവുമായ ശ്വസന പ്രക്രിയയുമായി സംയോജിപ്പിച്ച് മനസ്സാലുള്ള ഓങ്കാര ജപത്താൽ ഭൗതികതയിൽ നിമഗ്നമായ മനസ്സിനെ തിരികെ കൊണ്ടുവരാനും നിയന്ത്രണ വിധേയമാക്കാനും ഒരുവന് കഴിയും. അതുകൊണ്ട് തന്നെ എന്താണെന്നുണ്ടെങ്കിൽ അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഭഗവാൻ തുല്യമാണ് എന്നുള്ളതാണ്. ഓമിത്യേകാക്ഷരം എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം ഉണ്ട് അല്ലെ? നമ്മൾ അതിൽ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. അതിലെന്താ പറയുന്നത്? ഭഗവാൻ ശബ്ദ പ്രതിരൂപം എന്ന് പറയുന്നത് എന്താണ്? ഓമാണ് അല്ലെ? എന്താണ് പറയുന്നത്? ആ ഓങ്കാര ജപത്തിൽ അനുഷ്ഠിക്കാൻ പറ്റും നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ 5 വായുക്കളല്ലേ പറയുന്നത്? വ്യാനവായു, ഉദാനവായു, അപാനവായു, സമാനവായു, പ്രാണവായു. അങ്ങനെ വായുക്കളെ നിയന്ത്രിച്ചു കഴിഞ്ഞാല് ഹരേ കൃഷ്ണ
ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മ്യൂട്ടിലാക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം, ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇവിടെ എന്താ പറയണെന്നുണ്ടെങ്കിൽ, അപ്പൊ ശ്വസന പ്രക്രിയയുമായിട്ട് നമ്മൾ ഈ ഓങ്കാരം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭൗതികതയിൽ നിമഗ്നമായ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും, നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അതായത് നമ്മളുടെ എല്ലാ എഡ്യൂക്കേഷനും കാരണം സയന്റിഫിക് ആയിട്ട് നമ്മൾ ആയുർവേദ ലെവലിൽ പറയുമ്പോൾ വാത പിത്ത കഫ എന്നുള്ള കാര്യങ്ങളുടെ ആ ഒരു ഇൻബാലൻസ് ആണ് എന്നാണ് പറയുക. അപ്പൊ ഇത് നമ്മൾ പൂർണ്ണമായും ഏകാഗ്രതയോട് കൂടിയിട്ട് ഈ മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വായുക്കളുടെ ആ ഒരു കൺട്രോൾ നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ആൾക്കാർ സംസാരിക്കുന്ന കാരണം നമുക്ക് കേൾക്കണില്ല. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദം എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഈ 3 ഇതുകൊണ്ട് നമ്മൾ ചെയ്തത് ഇത് അതീന്ദ്രിയ ശബ്ദമായതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ ശബ്ദം ഉച്ചരിക്കുന്നതിലോട് കൂട്ടിയിട്ട് നമ്മളുടെ എല്ലാ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിന്റെ ശീലം മാറ്റുന്നതിനുള്ള മാർഗമാണിത്. മനസ്സിനെ കൊല്ലേണ്ട ആവശ്യമില്ല. മനസ്സിനെയോ ആഗ്രഹത്തെയോ തടുക്കാനോ കഴിയുകയുമില്ല. എന്നാൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള കർമ്മ നിർവഹണത്തിന് ആഗ്രഹം വളർത്താനും അപ്രകാരം മനസ്സ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗുണത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ ശീലം മാറ്റുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മളെ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ മുഴുകിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്റർടൈൻമെന്റ് വീഡിയോസ് കാണാനൊക്കെ നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നമ്മൾ മുഴുകി പോവാണ്. നമ്മൾക്ക് ആഗ്രഹമുണ്ട് എന്താണ് ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് എന്താണ് ഭഗവാനിലേക്ക് നമുക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ സമയമാകുമ്പോൾ എന്താണ് ഒരു സീരിയൽ കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണാൻ തോന്നുന്നു, റീൽസ് കാണാൻ തോന്നുന്നു. നമ്മുടെ മനസ്സങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അയ്യോ അതൊന്നും ഞാൻ തുറന്നു നോക്കട്ടെ, ഇന്നത്തെ ഒരു ദിവസം, നാളെ തൊട്ട് നമ്മൾക്ക് ഭഗവാനിലേക്ക് ചിന്ത തിരിക്കാം, ഭാഗവതം വായിക്കാം എന്ന് നമ്മൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഓം ജപിക്കുമ്പോൾ എന്താ ഉണ്ടാവണത്? അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിനെ പതിയെ പതിയെ നീക്കും എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിന്റെ ശീലം മാറ്റാനുള്ള മാർഗം, അപ്പൊ നമ്മൾക്ക് സ്വയം ആയിട്ട് ഞാനത് മാറ്റും എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എവിടേക്കാണ്? ചഞ്ചലം ഹി മനകൃഷ്ണ എന്നല്ലേ? പ്രമാദം ചഞ്ചലം ഹി മനകൃഷ്ണ. എനിക്ക് ആ ലൈൻ ഇപ്പൊ വരുന്നില്ല കേട്ടോ, പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും അപ്പൊ എന്താ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരുപാട് ചഞ്ചലമാണ്. അത് വായുവിനെ നമ്മൾക്ക് പിടിച്ചു നിർത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മളുടെ ആ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ അങ്ങനത്തെ മനസ്സിനെ ഇപ്പൊ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കുടിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കൂ. ഇപ്പോ അവര് വീട്ടിലത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോ അവർക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും. തലേദിവസം നമ്മള് ഒരുപാട് കുടിച്ചു, ഒരുപാട് പൈസ, വളരെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കാം, അപ്പൊ ആവശ്യമില്ലാതെയാണ് ചെലവാക്കിയത്, വീട്ടിലെ മക്കളുടെ കാര്യങ്ങൾക്കോ ഭാര്യയുടെ കാര്യത്തിനോ വേണ്ടിയാണ് അത് ചെലവാക്കേണ്ടിയിരുന്നത് എന്നുള്ള തോന്നലൊക്കെ അവർക്ക് വരും. അതുപോലെ തന്നെ അവരോട് സോറി പറയും, ഞാൻ ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് പോകുന്നു. വൈകുന്നേരം വരുമ്പോ എന്താണ്? വീണ്ടും 4 കാലിൽ തിരിച്ചു വരും അല്ലെ. അത് എന്താണ് കാരണം? അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമ്മള് വെറുതെ ഞാൻ എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചാലും സാധിക്കാത്ത ഒരു കാര്യമാണ് മനസ്സിന്റെ നിയന്ത്രണം എന്നുള്ളത്. അപ്പൊ അതിനുള്ള ചില പോംവഴികളാണ് നമ്മൾക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? ഓം എന്നുള്ള ആ ശബ്ദത്തിലൂടെ, ആ ഉച്ചാരണത്തിലൂടെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലെ ഈ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ആരുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? ഹരേ കൃഷ്ണ. ഭഗവാന്റെ ആ പാദങ്ങളിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പറയുന്നത്. അപ്പൊ എന്താ വേണ്ടത്? നമ്മളുടെ ഇത്തരം നാമജപത്തിൽ കൂടി നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തിക്കൊണ്ട് വേണം നമ്മുടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചിന്തകളെ മാറ്റാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനാൽ ചിന്തയുടെ കർമ്മക്ഷമമായ ഇന്ദ്രിയങ്ങളുടെ കേന്ദ്രം മനസ്സാണ്. അതിനാൽ ചിന്തയുടെയും വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഗുണം മെച്ചപ്പെടുന്ന പക്ഷം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേന്മയും കർമ്മങ്ങളുടെ ഗുണവും സ്വാഭാവികമായി മെച്ചപ്പെടും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ തോന്നുക? ആരെങ്കിലും അടിക്കാൻ തോന്നും അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അവരെ എങ്ങനെ എന്താ പറയാ, അവരെ കരയിപ്പിക്കണം എന്ന് നമ്മൾക്ക് തോന്നും. അങ്ങനെ നമുക്ക് തോന്നാറില്ലേ പലപ്പോഴും? നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റിലാളും നമ്മുടെ അതേ ഫീലിംഗ് അനുഭവിക്കണം എന്ന് നമ്മൾക്ക് തോന്നും അല്ലെ. അങ്ങനെയാണ്.
അപ്പം പക്ഷെ നമ്മുടെ മനസ്സ് അത്രയും ശാന്തമാണ്, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് വരിക? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് വരിക. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ആ ഒരു ഭാവമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ഈ ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ചിന്തകൾ മാറും. നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ, ആ ഭഗവാനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ആ ഭഗവാന്റെ ഗുണങ്ങളാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക. ആ ഭഗവാന്റെ ഗുണങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക. എന്നാൽ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ, ഭൗതികമായ ചിന്തകൾ മുഴുകിയിട്ട് വെറുപ്പും ദേഷ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അസുരന്മാരുടെ ഒരു ഭാവമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ ചിന്തകളാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നല്ലത് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ എന്താണ്, നമ്മുടെ ചിന്തകളെ മാറ്റിയിട്ട് നല്ല ചിന്തകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ പ്രവൃത്തികളും അതിനനുസരിച്ച് മാറും, മെച്ചപ്പെടും, ഗുണം മെച്ചപ്പെടും പറയണത് അല്ലെ. എല്ലാ അതീന്ദ്രിയ ശബ്ദങ്ങളുടെയും ബീജമാണ് ഓങ്കാരം. മാത്രവുമല്ല മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും സ്പൃഹണീയമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഏക ശബ്ദവും ഇത് തന്നെയാണ്. ചിത്തഭ്രമം ബാധിച്ച ഒരുവനെ പോലും ഈ അതീന്ദ്രിയ ശബ്ദ ചികിത്സയിലൂടെ ഭേദമാക്കാൻ സാധ്യമാണ്. ഭഗവത്ഗീതയിൽ പ്രണവത്തെ ഓങ്കാരം പരമസത്യത്തിന്റെ നേരിട്ടുള്ള അക്ഷരാർത്ഥ പ്രാതിനിധ്യമായി അംഗീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതിനെ പരമസത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? ഇത് തന്നെയാണ്. ആ ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ്? എല്ലാവരോടും കാരുണ്യമാണ് വരുന്നത്, എല്ലാവരോടും സ്നേഹമാണ് വരുന്നത്, നമ്മൾ ആരുമല്ല എന്നുള്ള ഒരു എളിമയാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിന്റെ ലക്ഷണങ്ങളാണ്? എളിമയുള്ള ഒരാൾ ഒരിക്കലും നുണ പറയില്ല, സത്യസന്ധനായിരിക്കും. കാരണം എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് തെറ്റ് പറ്റാം എന്നത് ഞാൻ അംഗീകരിക്കുമ്പോൾ എനിക്കാണ് തെറ്റ് പറ്റിയത്, നിങ്ങൾക്കല്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം എന്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പരമസത്യത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നത്. മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഭഗവാന്റെ ദിവ്യനാമം ഋജുവായി ജപിക്കാൻ കഴിയാത്ത ഒരുവന് പ്രണവമന്ത്രമായ ഓങ്കാരം അനായാസേന ജപിക്കാവുന്നതേയുള്ളൂ. അല്ലയോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ എന്നർത്ഥമാക്കുന്ന ഓം ഹരി ഓം എന്നതുപോലെ ഈ ഓങ്കാരം ഒരു അഭിസംബോധന പദം മാത്രമാണ്. ഭഗവാനെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓമിലൂടെ. നാം മുമ്പ് വിവരിച്ചതുപോലെ ഭഗവാന്റെ ദിവ്യനാമം ഭഗവാനിൽ നിന്നും അനന്യമാണ്. അതുപോലെ തന്നെയാണ് ഓങ്കാരവും. അപൂർണമായ ഇന്ദ്രിയങ്ങളിലൂടെ ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെയും നാമത്തെയും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഒരേ സമയം ശ്വസനത്തെ നിയന്ത്രിച്ചും മനസ്സിൽ പ്രണവമന്ത്രം ആവർത്തിച്ച് ഉരുവിട്ടും അനുഷ്ഠിക്കുന്ന യാന്ത്രിക പ്രക്രിയയിലൂടെ ആത്മസാക്ഷാത്കാര പരിശീലനത്തിന് ശിക്ഷണം നൽകുന്നു. അതായത് നമ്മൾക്ക് ഭഗവാനോട് ആകർഷണമൊന്നും ഉണ്ടാവണ്ട. നമ്മൾക്ക് എപ്പോഴും ദേഷ്യം വരികയാണ്, എന്റെ ദേഷ്യം മാറ്റണം എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ എന്നോട് എന്റെ ഗുരു പറയുന്നു, ഡെയിലി രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു അരമണിക്കൂറിൽ നിന്ന് ഓങ്കാരം ജപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓങ്കാരം ജപിക്കുകയാണ്. അത് യാന്ത്രികമായിട്ടാണ് അല്ലെ, എന്റെ ഒരു ഗുരു പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ ഉപദേശിച്ചു ഇത് ചെയ്യൂ എന്നുള്ളത്. അത് ഞാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഭഗവാനോട് അറ്റാച്ച്മെന്റ് ഇല്ല, എനിക്ക് ആ ഓം എന്നുള്ള വാക്കിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ എന്റെ ലക്ഷ്യം എന്താണ്? എന്റെ ദേഷ്യം മാറണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. ആരോ ഒരാൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മളത് പരീക്ഷിച്ച് നോക്കുന്നത് പോലെ നടക്കില്ലേ, നമുക്ക് അറിയാം എന്നുള്ള ഒരു ലെവലില് ഓങ്കാരം ജപിച്ചാൽ പോലും അതിന് ഫലമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപൂർണമായ ഇന്ദ്രിയങ്ങളിലൂടെ ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെയും നാമത്തെയും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് അപ്പൊ അതിനെന്ത് വേണം? ശ്വസനത്തെ നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യണം? മനസ്സിൽ ആ പ്രണവമന്ത്രം ആവർത്തിച്ച് ഉരുവിടുക. ഇത് യാന്ത്രിക പ്രക്രിയ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ദേഷ്യം മാറുന്നു, നമ്മുടെ സ്വഭാവ ഗുണം മാറുന്നു, നമ്മുടെ പ്രവൃത്തികൾ മാറുന്നു എന്നുള്ളതാണ്. നാം നിരവധി തവണ വെളിപ്പെടുത്തിയതുപോലെ ഭഗവാന്റെ ദിവ്യനാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ തുടങ്ങിയവ നിലവിലെ ഭൗതികമായ ഇന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കാൻ അസാധ്യമാകയാൽ ഇന്ദ്രിയ കർമ്മങ്ങളുടെ കേന്ദ്രമായ മനസ്സിൽ കൂടി അത്തരം അതീന്ദ്രിയ സാക്ഷാത്കാരം ചലനാത്മകമാക്കേണ്ടത് ആവശ്യമാണ്. പരമസത്യത്തിന്റെ വ്യക്തിരൂപത്തിൽ പരമദിവ്യോത്തമ പുരുഷനിൽ ഭക്തർ അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. എന്നാൽ പരമസത്യത്തിന്റെ അത്തരം വ്യക്തിഗത ഭാവവുമായി സമരസപ്പെടാൻ കഴിയാത്ത ഒരുവന്റെ മനസ്സിന്റെ തുടർന്നുള്ള പുരോഗതിക്ക് ആവശ്യമായ പരിശീലനത്തിന് ഉപദേശം നൽകുന്നു. അപ്പൊ എന്താണ്? പരമസത്യത്തിന്റെ വ്യക്തിരൂപം ആണ്, പരമദിവ്യോത്തമ പുരുഷനാണ് അല്ലെ. അപ്പം അവരില് മനസ്സിലെ ഏകാഗ്രമാക്കാൻ ആണ് സാധാരണ ഭക്തർ ചെയ്യുക. അപ്പൊ ഒരു ഭഗവാന്റെ വ്യക്തിരൂപം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മൾക്ക് ആ ഭഗവാനെ ധ്യാനിക്കാൻ നമ്മൾക്ക് കഴിയാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓങ്കാര മന്ത്രത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ആ ഒരു ലെവലിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് ആ വ്യക്തിരൂപത്തെ ധ്യാനിക്കാനും മനസ്സിൽ കാണാനും സാധിക്കും എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിക്കോളൂ.
ഓം നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിയച്ഛേദിഷയേഭ്യോ ഷാം നിയച്ചേ വിഷയോഭ്യോഷാം ബുദ്ധിസാരഥിഃ മനസാ ബുദ്ധിസാരഥിഃ മനഃ കർമ്മഭിരാക്ഷിപ്തം മനഃകർമ്മവിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയേ ധിയാ. ശുഭാർത്ഥേ ധാരയേത്യാ. നിയച്ഛേദ് പിൻവലിക്കുക വിഷയേഭ്യഃ ഇന്ദ്രിയാസ്വാദനങ്ങളിൽ നിന്നും അക്ഷാൻ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ മാർഗമാക്കി ബുദ്ധി സാരഥി മനഃ മനസ്സ് കർമ്മഭിഹി ഫലോദിഷ്ട കർമ്മത്താൽ ആക്ഷിപ്തം ആമഗ്നനായി ശുദ്ധ അർത്ഥേ ഭഗവാന് വേണ്ടി ധാരയെ ഉയർത്തുക ദിയ പൂർണ്ണാവബോധത്തിൽ വിവർത്തനം ശ്രീല പ്രപാദിക്ക് ജയ്. മനസ്സ് ഉത്തരോത്തരമായി ആത്മീയമായി തീരുമ്പോൾ അതിനെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും ബുദ്ധിയാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം. ഭൗതിക പ്രവർത്തനങ്ങളിൽ അത്യന്തം നിമഗ്നമായ മനസ്സിനെ പരമോ ദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിൽ വ്യാപൃതമാക്കുകയും അപ്രകാരം പൂർണ്ണമായ അതീന്ദ്രിയാവബോധത്തിൽ സ്ഥിരീകൃതമാക്കുകയും വേണം. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? നമ്മുടെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിമഗ്നമായിട്ട് മനസ്സിനെ എന്ത് ചെയ്യണം? പരമദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ എന്ത് ചെയ്യണം? ആ ഭൗതികതയിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഭാവാർത്ഥം. ശ്രീല പ്രപാദിക്ക് ജയ്. മനസ്സിനെ ആത്മീയവൽക്കരിക്കുന്നതിനുള്ള പ്രഥമ നടപടിയായ ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള യാന്ത്രികമായ പ്രണവ മന്ത്രോച്ചാരണത്തെ ശാസ്ത്രീയമായി പ്രാണായാമം അഥവാ പ്രാണവായുവിനെ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്ന യോഗാഭ്യാസം അല്ലെങ്കിൽ അപൂർവ ദുർജേയമായ ക്രിയ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ പ്രാണായാമ ക്രിയയുടെ പരമമായ അവസ്ഥ മോഹനിദ്രയിൽ സ്ഥിരീകൃതമായിരിക്കുകയാണ്. ശാസ്ത്രീയമായി ഇതിനെ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഓംകാരം എന്ന് പറയുന്നത് നമ്മൾ അഷ്ടാംഗ യോഗയുടെ അവസാനത്തെ ലെവലാണ് എന്ത്? സമാധി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ സമാധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു ആമയെ പോലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിൽ വലിച്ചുകൊണ്ട് ഭഗവാനിൽ മാത്രം, പരമാത്മ രൂപത്തിലുള്ള ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓങ്കാരം ചൊല്ലുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ 5 വായുക്കളാണ്. ഏതാണ് പറഞ്ഞത്? അറിയാമല്ലേ? ജ്ഞാനവായു, ഉദാനവായു, അപാനവായു, സമാനവായു, പ്രാണവായു എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ വായുക്കളെ മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് ആർക്ക് ഈ ഓങ്കാര മന്ത്രജപത്തിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ വായുക്കളെ നിയന്ത്രിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോഹനിദ്രയിൽ സ്ഥിരീകൃതമാവും. നമ്മുടെ മനസ്സോ എന്തിലാവും? മോഹനിദ്രയിലാവും. അതായത് ഭഗവാനിൽ പൂർണ്ണമായിട്ടും ലയിക്കും എന്നുള്ളതാണ്. ശാസ്ത്രീയമായി ഇതിനെ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഈ സമാധി അവസ്ഥ പോലും ഭൗതികതയിൽ നിമഗ്നമായ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് അനുഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ദൃഷ്ടാന്തമായി മഹായോഗിയായ വിശ്വാമിത്ര മുനി സമാധിയിൽ ആയിരുന്നെങ്കിൽ പോലും കാമത്തിന് ഇരയായി തീരുകയും മേനകയുമായി സംഭോഗത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ചരിത്രത്തിൽ മുമ്പേ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭോഗാസക്തമായ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടാൻ മനസ്സ് ആഗ്രഹിക്കുമെങ്കിലും അബോധ മനസ്സ് ഭോഗാസക്തമായ പൂർവ്വ ചെയ്തികളെ കുറിച്ച് സ്മരിക്കുന്നതിനാൽ അത് ആത്മസാക്ഷാത്കാരത്തിൽ പൂർണ്ണമായും വ്യാപരിക്കുന്നതിൽ ഒരുവനെ ശല്യപ്പെടുത്തുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ പോലും വിശ്വാമിത്ര മുനിക്ക് മേനകയുമായിട്ടുള്ള ആകർഷണം വന്നു അല്ലെ? അപ്പം അങ്ങനെ ഇത് നമ്മൾ ബലമായിട്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ആ ഉള്ളിൽ ആഗ്രഹങ്ങളൊന്നും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അബോധ മനസ്സിന് എല്ലാം എന്തുണ്ടാവും? ഭോഗാസക്തമായിട്ടുണ്ടാവും. നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളോട് ഒരു ആസക്തി ഉണ്ടാവും. അതിന് മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളോട് ഒരു ആസക്തി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരമദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിൽ മനസ്സിനെ സ്ഥിരീകൃതമാക്കുക എന്ന ഭദ്രമായ തന്ത്രം ശ്രീ ശുകദേവ ഗോസ്വാമി നിർദ്ദേശിക്കുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനും ഋജുവായ ഈ പ്രക്രിയയെ ഭഗവത്ഗീത 6:47 ഉപദേശിച്ചിരിക്കുന്നു. അപ്രകാരം മനസ്സ് ആത്മീയമായി ശുദ്ധമാക്കപ്പെടുകയാൽ ശ്രവണം, കീർത്തനം തുടങ്ങിയ വിവിധ ഭക്തിയുത പ്രവർത്തനങ്ങളിലൂടെ ഒരുവൻ തൽക്ഷണം ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ സ്വയം വ്യാപൃതനാകുന്നു. ശരിയായ മാർഗനിർദ്ദേശത്താൽ അനുഷ്ഠിക്കുന്നത് വഴി പ്രക്ഷുബ്ധമായ മനസ്സിന് പോലും അത് പുരോഗമനത്തിനുള്ള സുനിശ്ചിതമായ പ്രവർത്തന പദമായി തീരുന്നു. ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഭഗവത്ഗീത 6:47 ഉപദേശിച്ചിരിക്കുന്ന പ്രകാരം എന്ത് ചെയ്യണം? ശ്രവണം, കീർത്തനം, നവവിധ ഭക്തി ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ശ്രവണം, കീർത്തനം തുടങ്ങിയ പ്രവൃത്തികളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. അതായത് ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ സ്വയം വ്യാപൃതനാകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
ഹരേ കൃഷ്ണ. അടുത്ത കേട്ടോ, ശ്ലോകം 19. ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതി വാസുദേവായ. ചൊല്ലിക്കോളൂ. നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ. തത്രൈകാവയവം ധ്യായേത് അവ്യുച്ഛിന്നേന ചേതസാ മനോ നിർവിഷയം യുക്ത്വാ തതക്കിഞ്ചന പദം തത്പരമം വിഷ്ണോർ മനോ യത്ര പ്രസീദതി തത്ര അതിനുശേഷം ഏക ഓരോന്നായിട്ട് അവയവം ശരീരാവയവങ്ങൾ ധ്യായെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിച്ഛിന്നേന പൂർണ്ണരൂപത്തിൽ നിന്നും വ്യതിചലിക്കാതെ ചേതസ മനസ്സിനാൽ മനഃ മനസ്സ് നിർവിഷയം ഇന്ദ്രിയ വിഷയങ്ങളാൽ മലിനീകരിക്കപ്പെടാതെ യുക്ത്വ യോജിപ്പിച്ചുകൊണ്ട് തതഹ അതിനുശേഷം കിഞ്ചന എന്തെങ്കിലും ന അരുത് സ്മരേർ ചിന്തിക്കുക പദം വ്യക്തിത്വം തത് അത് പരമമായ വിഷ്ണുവിന്റെ മനഃ മനസ്സ് എത്ര അതിന്മേൽ പ്രസീദതി യോജിപ്പിലായിത്തീരുന്നു. വിവർത്തനത്തിലുള്ള പ്രപാദിക്കിച്ച് അനന്തരം പരിപൂർണ ശരീരത്തിന്റെ സംപ്രത്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ വിഷ്ണുവിന്റെ ഓരോ അവയവത്തെയും ഒന്നിനു പിറകെ മറ്റൊന്നായി ധ്യാനിക്കണം. അപ്പൊ എന്താണ് ആ സംപ്രത്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമാധി സ്റ്റേജിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താതെ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഓരോ അവയവം നല്ല നമ്മൾ സാധാരണ എവിടുന്ന തുടങ്ങുക? പാദങ്ങളിൽ നിന്നാണ് അല്ലെ. ആ പാദങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ അവയവങ്ങളായിട്ട് സ്മരിക്കാൻ തുടങ്ങണം എന്നാണ് ഇവിടെ പറയുന്നത്. ധ്യാനിക്കണം. അപ്രകാരം എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സ് സ്വതന്ത്രമായി തീരുന്നു. അപ്പൊ ഭഗവാന്റെ പാദങ്ങളിൽ തൊട്ട് നമ്മൾ ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ആ ഭഗവാന്റെ മനോഹരമായിട്ട് രൂപം നമ്മുടെ മനസ്സിൽ തെളിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ആ ഭഗവാനിലേക്ക് ആകർഷിതരായിട്ട് വേറൊന്നും ചിന്തിക്കാത്ത അവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ്. പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണു പരമസത്യമാകയാൽ മനസ്സ് പരിപൂർണമായും അദ്ദേഹത്തിൽ മാത്രം ലയിക്കുന്നു. പിന്നെ ചിന്താവിഷയമായി മറ്റൊന്നും തന്നെ മനസ്സിൽ ഉണ്ടായിരിക്കുകയില്ല. ഭാവാർത്ഥം ശ്രീല പ്രപാദിക്ക് ജയ്. സന്തോഷത്തിന് വേണ്ടിയുള്ള പുരോഗമനപരമായ അന്വേഷണത്തിന്റെ അന്തിമ ലക്ഷ്യം പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണു ഭഗവാനുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയാണെന്ന് വിഷ്ണുവിന്റെ ബാഹ്യശക്തിയിൽ സംഭ്രാന്തരായ വിഡ്ഢികളായ മനുഷ്യർ അറിയുന്നില്ല. പരമദിവ്യോത്തമ പുരുഷന്റെ വ്യത്യസ്തങ്ങളായ അതീന്ദ്രിയ രൂപങ്ങളുടെ അസംഖ്യ വിസ്തരണമാണ് വിഷ്ണുതത്വം. വിഷ്ണുതത്വത്തിന്റെ പരമമായ രൂപം സർവകാരണങ്ങളുടെയും പരമകാരണമായ ശ്രീകൃഷ്ണ ഭഗവാൻ അഥവാ ഗോവിന്ദനാകുന്നു. ആകയാൽ വിഷ്ണു ചിന്ത അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അതീന്ദ്രിയ രൂപത്തെ വിശേഷിച്ചും ശ്രീകൃഷ്ണനെ ധ്യാനിക്കുകയാണ് ധ്യാന വിഷയത്തിനെ സംബന്ധിക്കുന്ന അവസാന വാക്ക്. അപ്പൊ ഏത് ധ്യാനം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ ചിന്ത വരണം. നമ്മൾ ഭഗവാനെ ധ്യാനിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? ഭഗവാനിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഈ ധ്യാനം തുടങ്ങേണ്ടത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും ആയിരിക്കണം. എന്നിരുന്നാലും ഒരുവൻ ഭഗവാന്റെ പൂർണ്ണ രൂപത്തെ വിസ്മരിക്കുകയോ അതിൽ നിന്നും വ്യതിചലിക്കുകയോ അരുത്. അപ്രകാരം ഒരുവൻ അദ്ദേഹത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഓരോന്നായി സ്മരിക്കുന്നതിനെ പരിശീലിക്കണം. ഇവിടെ ഈ ശ്ലോകത്തിൽ പരമപുരുഷനായ ഭഗവാൻ അമൂർത്തകനല്ലെന്ന് അവ്യക്തിഗതനല്ലെന്ന് സ്പഷ്ടമായി ദൃഢീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലെ. ആ കേശാദിപാദ വർണ്ണന കാണാറുണ്ട്. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ധ്യാനിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു രൂപമില്ലാത്ത ഒരാളുടെ പാദങ്ങൾ തൊട്ട് സ്മരിക്കണം നമ്മൾ ആരെങ്കിലും പറയോ? ഹരേ കൃഷ്ണ. ഇല്ല. കാരണം രൂപമുള്ള ഒരാളുടെ പാദം തൊട്ട് നമ്മൾക്ക് സ്മരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ ഒരു രൂപം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? ഭഗവാൻ ഒരു അവ്യക്തിഗതനല്ല എന്നുള്ളതാണ് ഇവിടെ സ്ഥിരീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ രൂപം അഥവാ ശരീരം ബദ്ധാത്മകളായ നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അല്ലാത്ത പക്ഷം പ്രണവത്തിൽ നിന്നും ആരംഭിച്ച് വിഷ്ണു സ്വരൂപത്തിന്റെ അവയവങ്ങളിൽ അവസാനിക്കുന്ന ധ്യാനം സമ്പൂർണമായ ആത്മീയ പരിപൂർണത പ്രാപ്തിക്കായി ശ്രീ ശുകദേവ ഗോസ്വാമി ഒരിക്കലും നിർദ്ദേശിക്കുമായിരുന്നില്ല. ആകയാൽ ആത്മജ്ഞാനികളായ ഒരു വിഭാഗം ജനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലെ ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിലെ ആരാധനാമൂർത്തികളായ വിഷ്ണുരൂപങ്ങൾ വിഗ്രഹാരാധനയ്ക്കുള്ള സജ്ജീകരണങ്ങളല്ല.
അതിലുപരി വിഷ്ണു സ്വരൂപത്തിലെ അതീന്ദ്രിയ അവയവങ്ങളെ ധ്യാനിക്കുന്നതിനുള്ള വിവിധ ആധ്യാത്മിക കേന്ദ്രങ്ങളാണ് ഇവ. വിഷ്ണു ക്ഷേത്രത്തിലെ ആരാധ്യ വിഗ്രഹം ഭഗവാൻ വിഷ്ണു തന്നെയാകുന്നു. അതായത് ഭഗവത് വിഗ്രഹവും ഭഗവാനും അന്യനിങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വിഷ്ണു തത്വങ്ങളിൽ നമ്മൾ ഒരു അമ്പലത്തിൽ പോയി ഇതാവുമ്പോൾ അതൊരു വിഗ്രഹം മാത്രമല്ല, ശരിക്കും നമ്മള് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപം വിഷ്ണു തത്വം, ഇപ്പൊ നരസിംഹമൂർത്തി ആവട്ടെ, വാമനമൂർത്തി ആവട്ടെ, നാരായണ രൂപമാവട്ടെ, രൂപമാവട്ടെ, ഏത് രൂപമാണെങ്കിലും എങ്ങനെ വേണം നമ്മൾ ധ്യാനിക്കാനായിട്ട്? ആ കാല് തൊട്ട്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷ്ണുതത്വം ആരാണോ അവരുടെ കാല് തൊട്ട് നമ്മൾ ധ്യാനിച്ചു വരണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹ രൂപങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ വിഗ്രഹവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന്. അതായത് ഭഗവത് വിഗ്രഹവും ഭഗവാനും അനന്യങ്ങളാണ് എന്ന് പറയാൻ വ്യത്യാസമില്ല. ആകയാൽ വെളിപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളിൽ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത് പോലെ വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപത്തിലെ സർവാംഗങ്ങളിലുമുള്ള ഒരു അഭിനവ ഭക്തന്റെ ഏകാഗ്രത ശ്രീ ശുകദേവ ഗോസ്വാമി നിർദ്ദേശിച്ചതുപോലെ ഒരു സ്ഥലത്ത് ഉറച്ചിരുന്ന പ്രണവ ഓങ്കാരത്തിൽ അല്ലെങ്കിൽ വിഷ്ണു സ്വരൂപത്തിൽ സർവാംഗങ്ങളിലും ഓരോന്നോരോന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്തവർക്ക് ധ്യാനത്തിന് അഥവാ സമാധിക്കുള്ള ഒരു ക്ലേശരഹിതമായ ഉപായമാകുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഓങ്കാരം. അപ്പൊ ഇത് നമ്മൾക്ക് ബുദ്ധിമുട്ടാണല്ലേ? നമ്മൾ ശരിക്കും ആദ്യപാദം ആ ഫുൾ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് തന്നിട്ടുള്ളത്? ഓങ്കാര മന്ത്രം തന്നിട്ടുള്ളത്. പ്രണവ ഓങ്കാരത്തില് അല്ലെങ്കിൽ ഓങ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾക്ക് എന്താ തന്നിട്ടുള്ളത്? അതിന്റെ പകരമാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ചെയ്യാൻ പറയുന്നത് ഹരേ കൃഷ്ണ മന്ത്രം. കലിയുഗത്തിൽ നമ്മൾക്ക് അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രം തന്നിട്ടുള്ളത്. സാധാരണക്കാരന് ആ പ്ലസ് ഉ പ്ലസ് എന്നിവയുടെ ആധ്യാത്മിക സംയോജനമായ ഓങ്കാരത്തെ ധ്യാനിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടം ക്ഷേത്രത്തിലെ വിഷ്ണു സ്വരൂപത്തെ ധ്യാനിക്കുന്നതിലൂടെ ലഭിക്കുന്നു. അപ്പൊ ഈ ഓങ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? നമ്മൾ ആ വിഷ്ണു സ്വരൂപത്തിനെ ആലോചിച്ച് കാല് തൊട്ട് മേലെ വരയ്ക്ക് തല വരെയുള്ള ഭാഗങ്ങളെ ധ്യാനിക്കാൻ ശ്രമിക്കുക. ഓങ്കാരത്തിനും വിഷ്ണുരൂപങ്ങൾക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ പരമസത്യത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്തവർ വിഷ്ണുരൂപങ്ങളെയും അതിന്റെ വകയായ ഓങ്കാരത്തെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ധ്യാനത്തിന്റെ അന്തിമ ലക്ഷ്യം വിഷ്ണുരൂപമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് നിരാകാരമായ ഓങ്കാരത്തെക്കാൾ വിഷ്ണുരൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉത്തമം. ഓങ്കാരത്തെ ധ്യാനിക്കുന്നത് ക്ലേശഭരിതവും വിഷ്ണുരൂപത്തെ ധ്യാനിക്കുന്നത് ക്ലേശരഹിതവുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഓങ്കാരം എന്നുള്ളത് നമ്മൾ ജപിച്ച് ആ ഭഗവാന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? നമ്മൾക്ക് അറിയുന്ന ഒരു രൂപത്തെ ധ്യാനിക്കുന്നതാണ് അല്ലെ? ആ ഭഗവാനെ നമ്മൾക്ക് മനസ്സിൽ കൊണ്ടുവരാൻ നമ്മൾക്കൊന്നും വേണ്ട. നമ്മുടെ ഗുരുവായൂരപ്പനെ മനസ്സിൽ കൊണ്ടുവരാൻ എന്തൊരു എളുപ്പമാണ് ഒന്ന് ആലോചിച്ച് നോക്കും. മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുള്ളത്, ആ കോണൊക്കെ എടുത്തിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഓടക്കൊള്ളൊക്കെ പിടിച്ച് കയ്യില് വെണ്ണയൊക്കെ പിടിച്ചിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? ധ്യാനിക്കാനായിട്ട് ആ കാൽപാദങ്ങളും ആ തലകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും വരുന്നില്ലേ? അത് എളുപ്പമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വ്യക്തിരൂപത്തെ നമ്മൾക്ക് ധ്യാനിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം, ഇങ്ങനെ ഒരു ശബ്ദത്തിനെ ധ്യാനിക്കുന്നതിനേക്കാൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകം നാളെ നോക്കാം. പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഒരു പ്രേമാനന്ദേ. ഹരേ ഹരേ പോൽ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി.